സംഘടനകളുടെ ഒന്നും പിന്തുണയില്ല. 1-2 വർഷക്കാരായ 118 വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി പഠിപ്പ് മുടക്കുകയാണ്. കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ല എന്നതാണ് പ്രധാന പ്രശ്നം. ക്ലാസ് മുറിയായി ആകെയുള്ളത് ഇടുങ്ങിയ ഇടം. ഒരു ബാച്ചിലെ കുട്ടികൾ അനാട്ടമി ക്ലാസ്സിന് പോകുമ്പോൾ 2ാം ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ക്ലാസ് നൽകും. ഒരു ക്ലാസ് റൂം മാത്രമാണ് ഉണ്ടായിരുന്നത്. മിനിങ്ങാന്ന് മാത്രമാണ് മറ്റൊരു ഈ ഓഫീസ് ഇവിടേക്ക് മാറ്റിയിട്ട് പുതിയൊരു ക്ലാസ് റൂം കൂടെ അവിടെ ഒരുക്കിയത്. നിന്ന് തിരിയാൻ പോലും ഇടയില്ലാതെ നിറയെ തൂണുകളുമായിട്ട് എങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പഠിക്കണം? ഹോസ്റ്റൽ ഇല്ലാത്തതിനാൽ വിദൂരങ്ങളിൽ നിന്നുള്ള കുട്ടികൾ സ്വകാര്യ കേന്ദ്രങ്ങളെയാണ് താമസത്തിനായി ആശ്രയിക്കുന്നത്. കോളേജിന് സ്വന്തമായി ബസ്സും ഇല്ല. ഞങ്ങൾക്ക് കോളേജ് ബസ്സില്ല, ഹോസ്റ്റലില്ല, ഒന്നുമില്ല. എക്സ്റ്റേണൽ ക്ലാസ്സസിന് ഞങ്ങൾ 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് INC കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷേ ഇവർ കിട്ടുമെന്ന് പറഞ്ഞ് കുറേ നാളായി ഞങ്ങൾ സമരം ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവർ പറയും ഇതെല്ലാം ഇന്ന് ശരിയാക്കി തരാം, നാളെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാം. വിദ്യാർത്ഥികളിൽ ഏറെയും പെൺകുട്ടികൾ. എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നിട്ടും ഇവർക്കെല്ലാവർക്കുമായി ഒരേ ഒരു ശുചിമുറി. പരിമിതികളിൽ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. നമുക്ക് ടോയ്ലറ്റ് പോലും ഇല്ല. ഇത്രയും പേര് ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റാണ്. നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പോൾ കയറാൻ പോലും പറ്റത്തില്ല. പോയ വർഷവും കുട്ടികൾ ഇതേ പ്രശ്നങ്ങൾ ഉയർത്തി സമരരംഗത്തായിരുന്നു. ആരോഗ്യ വകുപ്പ് മന്ത്രി ഇടപെട്ട് ചർച്ച നടത്തി. പരിഹാരം വേഗത്തിലെന്ന ഉറപ്പ് നൽകി. എന്നാൽ ഒന്നും ശരിയായില്ല. ഉയർന്ന മാർക്ക് നേടി സർക്കാർ മേൽവിലാസം കണ്ട് പ്രവേശനം നേടിയ കുട്ടികളാകെ അങ്കലാപ്പിലാണ്. 3ാമത്തെ ബാച്ച് മാസങ്ങൾക്കുള്ളിൽ പ്രവേശനം നേടും. ഇവർക്കായി കാതോലിക്കറ്റ് കോളേജിന് സമീപം ഏതാനും മുറികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതേസമയം ബസ് അനുവദിച്ചതായും 3 ആഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാകുമെന്നും പ്രിൻസിപ്പൽ പ്രതികരിച്ചു. കോളേജിന് അംഗീകാരം നേടിയെടുക്കാൻ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് വിശദീകരണം. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണ് സർക്കാർ നഴ്സിംഗ് കോളേജ്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.